വെൽക്കം ടു Candela ഫിസിക്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET 1, KTET 2 ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ 25 ദിവസം കൊണ്ട് KTETന്റെ പോർഷൻസ് ഒരു റിവിഷൻ വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ പടിയായിട്ടാണ് നമ്മളിന്ന് KTET 1-നും 2-നും ജനറൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജ്യാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരമാണ്, റെക്റ്റാങ്കിൾ എന്നാണ് അതിനെ പറയാ. റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, അതായത് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് അതിന്റെ ലെങ്ത് ആണ്, നീളം ബി എന്ന് പറയുകയാണെങ്കിൽ വീതി, ഇതതിന്റെ എന്താണ് ഡി മീൻസ് എന്താ പറയുക വികർണം, ഡയഗണൽ എന്നുള്ള പേരിലേക്കാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് KTET എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഓർക്കാം. ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ L×B ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 × L+B ആണ്. ഡയഗണൽ കാണാനുള്ള അല്ലെങ്കിൽ ഈ ഡി കാണാനുള്ള ഫോർമുല √L² + B² ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ചതുരം എന്നാണ് പറയുക. ചതുരത്തിന്റെ ഏരിയ, അതായത് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു സ്ക്വയർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ നീളങ്ങളും എന്തായിട്ട് മാറുകയാണ് ചെയ്യാം? സെയിം ആയിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല ഏരിയ ഈസ് ഈക്വൽ ടു A² ആണ്. പെരിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന ഒരു പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞ പേര് ചുറ്റളവ് കാണാനുള്ള ഫോർമുല 4 × A ആണ്. ഡയഗണൽ കാണാനുള്ള ഫോർമുല, അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഡയഗണൽ കാണാനുള്ള ഫോർമുല √2 × A ആണ്. ഡി ഡയഗണലായ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല D² / 2 ആണ്. ഇനി ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, ത്രികോണമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല √S × S - A, S - B, S - C ആണ്. എസ് കാണാനുള്ള ഫോർമുല A + B + C/2 ആണ്. ഈ ABC എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിന്റെ വശങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല √3 A² / 4 ആണ്. സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം എന്താ? വൃത്തം. സർക്കിൾ കാണാനുള്ള ഫോർമുല ഏരിയ ഈസ് ഈക്വൽ ടു π × R² ആണ്. സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല 2πr ആണ്. ഈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാലേ നമ്മള് മലയാളം എന്താണോ ഇങ്ങനെ വരച്ച് അതായത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഇതിലേടെ ഇങ്ങനെ വന്ന് ഇവിടേക്ക് എത്തുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് സർക്കംഫറൻസ് എന്ന് പറയുക. അപ്പൊ ഇതിന്റെ റേഡിയസ് 6 ആണ്. സർക്കംഫറൻസ് ആണുള്ള ഫോർമുല, സർക്കംഫറൻസ് പി ആയ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല P² / 4π ആണ്. അടുത്ത് നോക്കുക. ക്യൂബോയിഡ് ഓർ റെക്ടാങ്കുലർ ബോക്സ് ആണ്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് വീതി B ആണ്, ഹൈറ്റ് H ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കാണാനുള്ള ഫോർമുല LBH ആണ്. ഡയഗണൽ കാണാനുള്ള ഫോർമുല, അതായത് ഇതിന്റെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഉള്ളിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ ഡയഗണലാണ്. ഡയഗണൽ കാണാനുള്ള ഫോർമുല √L² + B² + H² ആണ്. ക്യൂബ് കാണാനുള്ള ഫോർമുല ക്യൂബിന്റെ ഫോർമുല ഓർത്തിരിക്കുക. വോളിയം ഈക്വൽ ടു A³ ആണ്. ഏരിയ ഈക്വൽ ടു 6 A² ആണ്. ഡയഗണൽ കാണാനുള്ള ഫോർമുല, വികർണം കാണാനുള്ള ഫോർമുല √3 × A ആണ്. ഈ ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കാം. സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³ ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഈ റേഡിയസ് ആരം. ഏരിയ കാണാനുള്ള ഫോർമുല 4πr² ആണ്. ഇനി ഒരു ഹെമി സ്പിയർ ആണെന്ന് വിചാരിക്കുക, അതായത് അർദ്ധഗോളാണെന്ന് വിചാരിക്കുക. അർദ്ധഗോളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം കാണാനുള്ള ഫോർമുല 2/3 πr³ ആണ്. ഏരിയ കാണാനുള്ള ഫോർമുല 3πr² ആണ്. അതിന്റെ ഏരിയ കണ്ടെത്തുവാനായിട്ടുള്ള ഫോർമുല. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിന്റെ ഒരു സെറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്തൊരു സെറ്റും കൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രിസം എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജ്യാമിതിയുമായി ബന്ധപ്പെട്ട് KTET എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് പോർഷനിലെ
ടേംസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, വിളിക്കേണ്ട. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാം വഴി നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.